ശത്രുവിൻ്റെ കരങ്ങൾ നിനക്കെതിരെ ബലപ്പെടുകയില്ല. നിന്റെ പ്രശ്നങ്ങളും സഹനങ്ങളും നിനക്ക് അനുഗ്രഹമായി മാറും, നിനക്ക് സൗഖ്യമായി മാറും. ഈ രാത്രിയിൽ ഹൃദയത്തിൻ്റെ ഭയം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. മുന്നോട്ടുള്ള ജീവിതത്തെ പ്രതിയുള്ള നിന്റെ ആകുലതകളെ സമർപ്പിക്കുക. വിട്ടുമാറാത്ത നിന്റെ രോഗാവസ്ഥയെ സമർപ്പിക്കുക. അപ്രതീക്ഷിതമായി ഇന്ന് ഉണ്ടായ ചില പ്രശ്നങ്ങളെ സമർപ്പിക്കുക. ചില ദുഃഖകരമായ വാർത്തകൾ കേൾക്കാനിടയായി, അത് സമർപ്പിക്കുക. നിന്റെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഏറ്റുപറഞ്ഞ് ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ സുഖമായ നിദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ക്ഷമാപൂർവം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ നിലവിളി കർത്താവ് കേട്ടിരിക്കുന്നു. അവിടുന്ന് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം നൽകി, നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് സൗഖ്യം നൽകി, ആരോഗ്യകരമായ ഒരു ജീവിതം നൽകി, ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 53 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ദൈവമില്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു. നന്മ ചെയ്യുന്നവരാരുമില്ല. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. ഈ അധർമ്മികൾക്ക് ബോധമില്ലേ? ഇവർ എൻ്റെ ജനതയെ അപ്പം പോലെ തിന്നൊടുക്കുന്നു. ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല. അതാ അവർ പരിഭ്രാന്തരായി കഴിയുന്നു. ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി. ദൈവം അധർമ്മികളുടെ അസ്ഥികൾ ചിതറിക്കും. അവർ ലജ്ജിതരാകും. ദൈവം അവരെ കൈവെടിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നു എങ്കിൽ, ദൈവം തൻ്റെ ജനത്തിന് സുസ്തുതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് ഒത്തിരി നന്മകളെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ചില വിഷയങ്ങൾ അപ്രതീക്ഷിതമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് നിന്റെ കരങ്ങളിലേക്ക് ഞാനിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് അരുളി ചെയ്ത നാഥ, ഞങ്ങളുടെ സഹനങ്ങൾ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഞങ്ങൾക്ക് അനുകൂലമാക്കി, ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റുന്ന കർത്താവേ, ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അർത്ഥമുണ്ടായതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ചില തിക്താനുഭവങ്ങൾ ഇന്ന് ഞങ്ങൾക്കുണ്ടായി. അതെല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിട്ടുമാറാത്ത ശരീരവേദനയെ സമർപ്പിക്കുന്നു. ശരീരത്തിൽ രോഗം ബാധിച്ച കോശങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. രോഗം ബാധിച്ച അവയവങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ മക്കൾക്ക് സൗഖ്യം നൽകി, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം നൽകി, ഉയർച്ച നൽകി, ഈ രാത്രിയിൽ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സമാധാനത്തോടെ ഉറങ്ങുവാൻ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ദയ കാണിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കഷ്ടതയുടെ നാളുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന കർത്താവേ, അങ്ങയുടെ പരിപാലനയ്ക്കു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവേ, നിന്റെ മക്കൾക്ക് നേരെ ഉപദ്രവങ്ങൾ അഴിച്ചുവിടുന്ന ദുഷ്ടരുടെ മേൽ നീ ഇന്ന് രാത്രിയിൽ ഇടപെടണമേ.
ഹൃദയത്തിൽ ദൈവമില്ല എന്ന് അഹങ്കരിക്കുന്നവരിൽ നിന്ന് നിന്റെ മക്കളെ രക്ഷിക്കണമേ. കർത്താവേ, ഒത്തിരി വേദനയിലും പീഡനങ്ങളിലും കഴിയുന്ന നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ദാസിമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, ചതിവിൽ നിന്നും, വഞ്ചനാപരമായ നീക്കങ്ങളിൽ നിന്നും ദൈവമേ, നിന്റെ അത്ഭുത കരം നീട്ടി നിന്റെ മക്കളെ രക്ഷിക്കണമേ. ദൈവത്തിൻ്റെ ശക്തിക്ക് അതീതമായി ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നിന്റെ ശക്തിക്ക് അതീതമായ മറ്റൊരു ശക്തി ഈ ഭൂലോകത്തിൽ ഇല്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ നിന്റെ ദാസരുടെ മേൽ കൈവെക്കുന്നവരെ ഇന്ന് നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ദൈവമേ, നിന്റെ മക്കൾക്കെതിരെ അധർമ്മം പുലർത്തുന്ന വ്യക്തികളുടെ മേൽ നീ ഇടപെടണമേ. കർത്താവായ ദൈവമേ, നിന്റെ ജനത്തിന് നീ സുസ്തുതി പുനഃസ്ഥാപിക്കണമേ. നിന്നോട് രാവും പകലും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മക്കളുടെ നിലവിളി കേൾക്കണമേ. ആരും സഹായത്തിനില്ലാത്തവർക്ക് കർത്താവേ നീയാണ് തുണ. കർത്താവേ, ദാനിയേൽ പ്രവാചകൻ സിംഹക്കൂട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തതുപോലെ നിന്റെ മക്കളെ നീ രക്ഷപ്പെടുത്തണമേ. എല്ലാ അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്നും, അപകടകാരികളായ വ്യക്തികളിൽ നിന്നും, അധികാരികളിൽ നിന്നും നിന്റെ ദാസന്മാർക്ക് മോചനം നൽകണമേ. കർത്താവേ, നിന്റെ മക്കളെ കൈവെക്കാൻ മറ്റൊരു ശക്തിയെയോ വ്യക്തിയെയോ നീ അനുവദിക്കരുതേ. നിന്റെ നാമത്തിൻ്റെ മഹത്വം ഈ രാത്രിയിൽ ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ദിനമാക്കി മാറ്റണമേ. ഈ രാത്രിയിൽ നിന്നിൽ ആനന്ദം കണ്ടെത്തുന്നതിന് കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഉറങ്ങാൻ പോലും പറ്റാതെ ശാരീരിക വേദന അനുഭവിക്കുന്നവരുടെ മേൽ നിന്റെ കരുണ ഒഴുക്കണമേ. കർത്താവേ, നിന്റെ തിരുരക്തം കൊണ്ട്, ഈശോയെ നിന്റെ തിരുരക്തത്താൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. ലോകത്തിൻ്റെ പാപമാലിന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ, കുടുംബത്തിൽ നിന്റെ സമാധാനവും സംരക്ഷണവും ഉണ്ടാകട്ടെ. കർത്താവേ, എല്ലാറ്റിലും ഉപരി നിനക്കൊന്നാം സ്ഥാനം നൽകി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവായ യേശു കഴിഞ്ഞു മാത്രമേ ഉള്ളൂ, മറ്റാരും. എൻ്റെ കർത്താവിൻ്റെ വചനമാണ് എനിക്ക് ശക്തി നൽകുന്നത്. എൻ്റെ കർത്താവാണ് എൻ്റെ ജീവിതത്തിൽ പരമപ്രധാനി. കർത്താവേ, നിന്നിൽ പൂർണ്ണമായി ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്നിൽ ആശ്രയിക്കുന്നവരെ ഒരു നാളും കൈവിടുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, നിന്നോട് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നിനും അനുവാദമില്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ അവരുടെ ഹൃദയത്തിൻ്റെ നിലവിളി കേൾക്കണമേ. ഈ രാത്രിയിൽ നിന്റെ അത്ഭുതകരമായ കരം അവരുടെ മേൽ പ്രവർത്തിച്ച് അവർക്ക് മോചനം നൽകണമേ. കർത്താവേ, പീഡനത്തിൽ കഴിയുന്നവർക്ക്, തടങ്കലിലായിരിക്കുന്നവർക്ക്, ആരും സഹായത്തിനില്ലാത്തവർക്ക്, ആരും വിശ്വസിക്കാനില്ലാത്തവർക്ക്, ആരും മനസ്സിലാക്കാനില്ലാത്തവർക്ക് നീ ഇന്ന് അത്ഭുതകരമായി അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ. അവരുടെ ഹൃദയത്തിൻ്റെ വേദന നീ കാണണമേ. കർത്താവേ, അവരുടെ മനക്ലേശങ്ങളെ നീ അറിഞ്ഞ് ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും, ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുന്ന എല്ലാവരിലേക്കും നിന്റെ വൻ കൃപ അയച്ച് ഞങ്ങൾക്ക് സമാധാനവും സൗഖ്യവും നൽകി സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സമ്പത്തിൻ്റെ മേൽ നിന്റെ കരം വെക്കണമേ. സമ്പത്തിൻ്റെ മേൽ ഉള്ള എല്ലാ ദുഷ്ട ആധിപത്യങ്ങളെയും യേശു നാമത്തിൽ ഞാൻ ഖണ്ഡിക്കുന്നു. നിന്റെ മക്കളുടെ മേൽ കനിവ് തോന്നണമേ. ഒരു സമാധാനപരമായ ജീവിതം ജീവിക്കുവാൻ കർത്താവേ, നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രിയിൽ നിന്റെ കരം ഞങ്ങളെ സ്പർശിച്ച് ഞങ്ങൾക്ക് സഹായവും സൗഖ്യവും നൽകി സംരക്ഷണം നൽകി എല്ലാ വ്യക്തികളിൽ നിന്നും, ശക്തികളിൽ നിന്നും,
അധികാരികളിൽ നിന്നും എല്ലാ അവസ്ഥയിൽ നിന്നും ഞങ്ങൾക്ക് നീ സഹായം നൽകി, സംരക്ഷണം നൽകി, ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം നല്ലതിനു വേണ്ടി നീ മാറ്റി തീർക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ഏത് കഷ്ടപ്പാടിൻ്റെ അവസ്ഥയിലും കർത്താവേ, നിന്നെ സ്നേഹിക്കുവാൻ എല്ലാറ്റിലും ഉപരി, എല്ലാവരിലും ഉപരി ഈശോയെ നിന്നെ സ്നേഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം ആഴത്തിൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അറിഞ്ഞും അറിയാതെയും ഉപദ്രവിക്കുന്ന എല്ലാവരോടും ഈ രാത്രിയിൽ ഹൃദയം തുറന്ന് ക്ഷമിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. എന്തെന്നാൽ ദൈവം അറിയാതെ ഒന്നും ആരുടെയും ജീവിതത്തിൽ സംഭവിക്കുകയില്ല. കർത്താവ് അനുവദിച്ച കാര്യങ്ങൾ സംഭവിക്കുന്നത് അത് ദൈവത്തിലേക്ക് കൂടുതലായി തിരിയുന്നതിനാണ്, ഹൃദയം ദൈവത്തിലേക്ക് അർപ്പിക്കുന്നതിനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ കർത്താവേ, നിന്റെ പ്രിയ ദാസർക്ക്, നിന്റെ പ്രിയ മക്കൾക്ക് ഈ രാത്രിയിൽ അത്ഭുത സംരക്ഷണം നൽകണമേ. അവരുടെ ഹൃദയ മുറിവുകളെ നീ സുഖപ്പെടുത്തണമേ. അവരുടെ അപമാനം മാറ്റി മഹത്വം കൊണ്ട് നീ മകുടമണിയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ പ്രത്യേക സംരക്ഷണം നൽകി, സൗഖ്യവും വിടുതലും നൽകി, സുഖമായ നിദ്ര നൽകി കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ കുടുംബത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സകല അപകടങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ മോചിപ്പിക്കട്ടെ. ഈ രാത്രിയിൽ കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം നിനക്കുണ്ടാകട്ടെ. ദൈവസ്നേഹം കൊണ്ട് നിന്റെ ഹൃദയം നിറയട്ടെ. എല്ലാവരോടും ക്ഷമിക്കാനുള്ള കൃപ ഈ രാത്രിയിൽ കർത്താവ് നിനക്ക് നൽകട്ടെ. കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്ന നിനക്ക് ഒരിക്കലും ഭഗ്നാശനാകേണ്ടി വരില്ല. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.